ഒരു വ്യക്തി മറ്റേ വ്യക്തിയുടെ വീക്ക്നെസ് മനസ്സിലാക്കുകയും ആളുടെ വീക്ക്നെസ് എൻ്റെ സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ എൻ്റെ വീക്ക്നെസ് പുള്ളിയുടെ സ്ട്രെങ്ത് ആണ് എന്ന് തിങ്ക് ചെയ്ത് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആവുക. ഏതൊരു റിലേഷൻഷിപ്പിൽ നോക്കിയാലും ദർ ഇസ് നത്തിങ് കോൾഡ് ആസ് എ പെർഫെക്റ്റ് പാർട്ട്ണർ. പെർഫെക്റ്റ് പാർട്ട്ണർ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സങ്കല്പമാണ്. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർഫെക്റ്റ് പാർട്ട്ണറാണ്. ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് പെർഫെക്റ്റ് പേഴ്സൺ ഹു വിൽ മേക്ക് മൈ ലൈഫ് കംപ്ലീറ്റ്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിരുന്ന വ്യക്തിയേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വ്യക്തി വന്നാൽ ഐ എം ലക്കി. ദാറ്റ് ഡസൻ കം മോസ്റ്റ് ഓഫ് ദ ടൈം. എന്നാൽ കിട്ടിയ ആളെ എനിക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഏതൊരു റിലേഷൻഷിപ്പ് നോക്കിയാലും ദർ ഇസ് എ 20% കോംപ്രമൈസ്, ദർ ഇസ് എ 20% അഡ്ജസ്റ്റ്മെൻറ്റ്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകുന്നതിന് മുമ്പ് വെൻ ഐ വാസ് സിംഗിൾ ഞാൻ ജീവിച്ചൊരു സ്റ്റൈലുണ്ടാവും. എനിക്ക് തോന്നുന്ന സമയത്ത് കടന്നാൽ മതി, തോന്നുന്ന സമയത്ത് എഴുന്നേറ്റാൽ മതി, കള്ളു കുടിക്കാം, സിഗരറ്റ് വലിക്കാം, ഐ കുഡ് ഡു എനിത്തിങ്, ഐ കുഡ് ഗോ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ഞാൻ എത്ര ഒത്തൻറ്റിക്കായിട്ട് ഞാനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാലും there is always a minimum level of adjustment. ഒരു 20% adjustment ഉണ്ടാവും. 80% I am what I am and 20% I am going to adjust. രണ്ട് പാർട്ട്ണറും 20% അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങത്തുള്ളൂ. ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മേ ബി ഞാൻ വൈകി എഴുന്നേൽക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ വൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും. എനിക്ക് പഴയതുപോലെ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് ജോലിക്ക് വന്നിട്ട് ഐ നീഡ് ടു പ്രിപ്പയർ ഫുഡ്. സോ ഐ നീഡ് ടു അഡ്ജസ്റ്റ് സർട്ടൺ പാർട്സ് ഓഫ് മൈ സെൽഫ്. ഇത് രണ്ട് പാർട്ട്ണറും തിങ്ക് ചെയ്യുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്മൂത്ത് ഔട്ട് ആകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു ഓൾവേസ് മീറ്റ് ദ ഇംപെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ എക്സ്പ്ലോർഡ് അല്ലാത്ത ഭാഗങ്ങൾ കാണുകയും വി ടെൻ ടു ഡെവലപ്പ് ഓർസെൽസ്. ഞാൻ ഒരിടത്ത് വായിച്ചു കേട്ടതാണ്, ഒരുപോലുള്ള പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ഈ പോർക്കുപ്പൈനുണ്ടല്ലോ, മുള്ളമ്പന്നികൾ പോലെയാണ്. സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് അടുക്കാൻ പറ്റില്ല, കാര്യം ഒരു അടുത്ത് കഴിഞ്ഞാൽ മുള്ളു കൊണ്ടുവരും അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദാറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്. രണ്ടുപേർക്കും പെയിൻ അത്. പൊതുവേ എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെയാണ് ഇൻ എ വേ. എന്ന് വെച്ചാൽ യു ക്യാൻ ലവ് ഈച്ച് അതർ, എന്നാൽ നിങ്ങൾക്ക് എൻമെഷ്ഡ് ആകാൻ പറ്റത്തില്ല. എൻമെഷ്ഡ് ഇൻ ദ സെൻസ് ലൈക്ക് യു കാൺ ഗെറ്റ് സോ ക്ലോസ് ബൈ ക്രോസിങ് ഔട്ട് ഓൾ യുവർ ബൗണ്ടറീസ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുള്ളു കൊണ്ട് കയറും. സോ ദർ ഇസ് ഓൾവേസ് ഒന്നെന്ന് വെച്ചാൽ യു ഫൈൻഡ് ഔട്ട് എ പാർട്ട്ണർ വിച്ച് മേ നോട്ട് ബി പെർഫെക്റ്റ് ഫോർ യു. സെക്കൻഡ്ലി ദെൻ യു ക്രിയേറ്റ്, അല്ലെങ്കിൽ യു ക്രിയേറ്റ് ദറ്റ് സ്പേസ് ഫോർ ഹിം ആൻഡ് യു, എന്നിട്ട് സോ ദാറ്റ് റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ.